എന്തായാലും കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വെളിപ്പെടുത്തലുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ റെജി ലൂക്കോസ് ചേരുന്നുണ്ട്. റെജി, എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഒരു തീരുമാനത്തോട്? അല്ല, വളരെ അനിവാര്യമായ ഒരു രാജ്യമാണ്. കാരണം ആ പെൺകുട്ടി രേവതി സാമന്ത് എന്ന് പറയുന്ന നടിയുടെ ഇന്നലത്തെ വെളിപ്പെടുത്തൽ ഭയാനകമായിരുന്നു, വളരെ ഭയാനകമായിരുന്നു. ഇത്രയും വലിയൊരു വേട്ടക്കാരൊക്കെയാണ് ഈ AMAയുടെ തലപ്പത്തിരിക്കുന്നത് ഓർക്കുമ്പോൾ നമുക്ക് വസംവരണമെന്നുണ്ടെങ്കിൽ എന്താ വാക്കുകൾ കൊണ്ടൊന്നും അത് വിവരിക്കാൻ പറ്റത്തില്ല. എത്ര ഭീകരമായിട്ടാണ് ആ മനുഷ്യൻ ആ പെൺകുട്ടിയെ, അതും 10, 18, 19 വയസ്സ് പ്രായമുള്ളപ്പം ആ പെൺകുട്ടിയെ നിരവധി തവണ മെസ്സേജ് കൊടുത്ത് ഒരു സിനിമയുടെ റിവ്യൂവിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തി റൂമിൽ അതിഭീകരമായ രീതിയിൽ ക്രൂരമായി പീഡിപ്പിച്ചു. അത് നിരന്തരമായി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല. കേരളം പോലൊരു സംസ്ഥാനത്ത് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ സിനിമാക്കാരുടെ ഇടയ്ക്ക് നടക്കണം എന്ന് ഓർത്തു കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ പൈസ മുടക്കി തിയേറ്ററിൽ പോകുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കണം, ഇവരുടെ ഈ ഇത്തരം കലാപരിപാടികൾ കാണാനായിട്ട് തിയേറ്ററിൽ പോകണമെന്നുള്ളത്. എല്ലാ സിനിമാ പ്രവർത്തകരും മോശക്കാരല്ല, ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാ ചർച്ചകളിലും പറയുന്നുണ്ട്, സിനിമ എന്ന് പറയുന്നത് സർഗാത്മകമായ ഒരു പ്രവൃത്തിയാണ്, പ്രതിഭകളുടെ ഒരു സംഗമമാണ്. എല്ലാ മേഖലകളിലുള്ള അവർ നൽകുന്ന കലാസൃഷ്ടികൾ ഇന്നിപ്പോ രാജ്യത്തിന് മുഴുവനും, ഒരുപക്ഷെ ദേശാന്തരങ്ങളിൽ പോലും നമ്മുടെ സിനിമയുടെ പ്രശസ്തി കൊടിയുയർത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള വേട്ടക്കാര് ഇതിന്റെ തലപ്പത്തുള്ളെന്ന് ഓർക്കുമ്പോൾ വസംവരണമെന്നല്ല നമുക്ക് എന്താ പറയുക, നമ്മുടെ മലയാളികളുടെ പൊതു സംസ്കാരത്തെയും പൊതുവികാരത്തെയും ഇവർ വെല്ലുവിളിക്കുകയാണ്. ആ പെൺകുട്ടി ഇന്നലെ ചാനലുകളിൽ പറഞ്ഞു കേട്ടപ്പോൾ കണ്ണു നിറയാതെ കൊണ്ട് അത് ആർക്കും കേൾക്കാൻ പറ്റത്തില്ല. നമ്മുടെയൊക്കെ സമൂഹത്തിന്റെ ഉള്ളിൽ നമ്മുടെയൊക്കെ പെൺകുട്ടികൾ ഇതുപോലത്തെയുള്ള നരാധവന്മാരുടെ കൈകളിൽ ഇത്ര ക്രൂരമായി വേട്ടയാടുന്നൊക്കെ പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. നമുക്കൊക്കെ അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മുടെ സഹോദരികളായിട്ടുള്ള പെൺകുട്ടികളുണ്ട്. അവരെല്ലാം ഇത്തരം തങ്ങളുടെ കലാമോഹം പൂർത്തീകരിക്കാൻ ചെല്ലുമ്പോൾ ഇവരുടെ കൈകളിലേക്കാണല്ലോ അകപ്പെട്ടു പോകുന്ന ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടി തോന്നുന്നു. വാസവനാണെന്നത് ഹേമ കമ്മിറ്റിയുടെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇത്തരക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ആ കമ്മിറ്റി റിപ്പോർട്ടിന് സാധിച്ചു എന്നുള്ളത് കേരളം എക്കാലവും നന്ദിയോടെ ഓർക്കത്തുള്ളൂ. തന്നെയല്ല, ഈ സിദ്ദിഖ് എന്ന് പറഞ്ഞ നടനെ സംബന്ധിച്ചോളം ഇതിനു മുമ്പ് അദ്ദേഹത്തെ കുറിച്ച് പല ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെ മരണവുമായിട്ട് സംബന്ധിച്ച് അക്കാലത്ത് വലിയ വാർത്തകൾ തന്നെ വന്നിട്ടുണ്ട്. അതൊക്കെ പിന്നെ മറന്ന് സമൂഹത്തിന്റെ പ്രത്യേകതയാണ് മറവി എന്നുള്ളത്. അന്നും നമ്മളിതെല്ലാം അന്നത്തെ ചാനലുകളൊന്നും അത്ര സജീവമല്ല, വാർത്തകൾ വന്നിട്ടുണ്ട്. ഇതുപോലത്തെ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു വ്യക്തിനെ ഇവർ ഈ സംഘടനയുടെ തലപ്പത്തിരുത്തി എന്ന് പറയുന്നത് തന്നെ വളരെ ലജ്ജാകരമായ ഒരു സംഭവമാണ്. സിനിമ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു കലയുടെ തലപ്പത്ത് ഇത്തരക്കാരെയൊക്കെ കൂടെ കുടിയിരുത്തി എന്ന് പറഞ്ഞാൽ എത്ര നാണക്കേടാണ്. ഇയാളെയൊക്കെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം, നിയമ നടപടി അനിവാര്യമാണ്. നിയമത്തിന് മുമ്പിൽ ഈ സിദ്ദിഖ് എന്ന് പറയുന്നയാള് വലിയ കഠിനമായ രീതിയിലുള്ള പാതകളിലൂടെ തന്നെ യാത്ര ചെയ്യേണ്ടി വരുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇയാൾ മാത്രമല്ല, ഇയാളെ പോലുള്ളവരൊക്കെ ഇനി പുറത്തു വരണം. സമൂഹത്തിൽ ഒരു ചെറിയ തേങ്ങായോ അല്ലെങ്കിൽ ഒരു കൊല വാഴക്കൊലയോ ഒക്കെ കട്ടവനെ ജയിലിലടയ്ക്കുന്ന നിയമമുള്ള ഈ രാജ്യത്ത് ഇവരെ പോലെയുള്ള ഉത്തംഗ ശൃംഖത്തിലിരിക്കുന്നവർ ഇങ്ങനെ വിരാജിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് സർക്കാർ തന്നെ ഏർപ്പെടുത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ റിസൾട്ട് ഇപ്പൊ ഓരോന്നായി പുറത്തു വരുന്നു. മാധ്യമങ്ങളിലൂടെ അത് കാണുമ്പോൾ നമുക്ക് ഭയമാണെന്ന് തോന്നുന്നു. ഭയം. നമ്മുടെയൊക്കെ തിയേറ്ററുകളിൽ പോയി നമ്മൾ ക്യൂ നിന്ന് വെയിലും മഴയും കൊണ്ട് ഈ പാവപ്പെട്ട പ്രേക്ഷകര് ഇവരെയൊക്കെ ആരാധിച്ച് ഇവർക്കൊക്കെ ഭയങ്കര രീതിയിലുള്ള ഫാൻസ് ക്ലബ്ബുകളൊക്കെ ഉണ്ടാക്കി ഈ പാലഭിഷേകമൊക്കെ നടത്തി തിയേറ്ററിൽ അവൻ പണിയെടുക്കുന്ന പൈസ കൊണ്ട് നിക്ഷേപിക്കുന്നു. ഇത്തരക്കാർക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. സത്യം പറയാണെന്നുണ്ടെങ്കിൽ ലജ്ജ തോന്നുന്നു. എനിക്കൊരു സിനിമാ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. ജൂബിലി പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ഒരു കാലത്തെ കേരളത്തിലെ ഏറ്റവും വലിയ കുടുംബ പ്രേക്ഷകര് മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു സിനിമാ കമ്പനിയുടെ വളരെ ഉയർന്ന തലത്തിൽ അതിന്റെ നിർമ്മാണത്തിലും അതിന്റെ വിതരണത്തിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. നിർമ്മാണ പങ്കാളിയല്ലായിരുന്നു, പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് അക്കാലത്തെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർമ്മാതാവിന്റെയും സംവിധായകന്റെയും മുമ്പിൽ പഞ്ചവൃക്ഷമടച്ചു നിൽക്കുന്ന ക്രൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നതല്ല. ഇന്ന് സംവിധായകനോ നിർമ്മാതാവിനൊന്നും ഒരു വിലയില്ല. ഇത്തരം മാഫിയകളുടെ കൈകളിലേക്ക് സിനിമ കടന്നുപോയി. അതിന്റെ അനന്തരഫലമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഈ രീതിയിലുള്ള പേടിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ അനന്തരഫലമാണ്. ഇതിനൊരു ക്യാപ്റ്റനുണ്ട്. ആ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആൾ സംവിധായകനാണ്, അതുപോലെ തന്നെ ഒരു പ്രൊഡ്യൂസർ. ഇവർക്കൊരു വിലയില്ലാതെ കൊണ്ട് സിനിമയെ ചില ആളുകളുടെ കൈകളിലേക്ക് അമർത്തിയതിന്റെ തിക്തഫലങ്ങൾ ആണ് ഇപ്പൊ മലയാളികൾ ഇത് കേട്ടോണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം വരണം. ഈ ഇൻഡസ്ട്രിയിലെ 90% ആളുകളും വളരെ മാന്യന്മാരാണ്. നമ്മുടെ നടിചേട്ടന്മാര് അതുപോലെ തന്നെ പുതിയ തലമുറയിൽ സിനിമയിലേക്ക് കടന്നു വരണം ആഗ്രഹിക്കുന്നവർ മടിച്ചു നിൽക്കുവാണ് ഈ വാർത്ത കാണുമ്പോൾ. അതിനും ഒരു പരിഹാരം ഉണ്ടാകണം. അതുകൊണ്ട് ഇത്തരം വേട്ടക്കാരെ നിയമത്തിന് മുമ്പിൽ ഇനി കർശനമായ
നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകട്ടെ. സിദ്ദിഖിന്റെ രാജി അനിവാര്യമാണ്. യാതൊരു സിമ്പതിയും സിദ്ദിഖ് അർഹിക്കുന്നില്ല. സിദ്ദിഖ് മാത്രമല്ല, ഇത്തരം തെറ്റുകൾ ചെയ്ത ഒരാളെയും മലയാളി സമൂഹം അംഗീകരിക്കത്തില്ല. കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ചർച്ചയാണ് ഇവരെ കുറിച്ചൊക്കെ. ഇനി ഇവരുടെയൊക്കെ കരിയർ തന്നെ നഷ്ടപ്പെട്ടു. ഇത്തരം നടീനടന്മാരുടെയും അതുപോലെയുള്ള മറ്റാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെയും, നടികളെ ഞാൻ കുറ്റപ്പെടുത്തില്ല, ഇത്തരം ആൾക്കാരെ ഇനി സിനിമയിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല. അഥവാ ഇനിയിപ്പോൾ ഇവരൊക്കെ അഭിനയിക്കുന്ന സിനിമകൾ പുറത്തു വരുവാണെങ്കിൽ ജനം ബഹിഷ്കരിക്കണം. ഇത്തരം ആഭാസന്മാരുടെ സിനിമകൾ കാണാൻ പോകരുത് എന്നുള്ളതാണ് എനിക്ക് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറയാനുള്ളത്. റെജി, ഞാൻ അതിലിപ്പോൾ അവസാനം റെജി സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. കാരണം ഇപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ ഈ ഒരു സിനിമ മേഖലയിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്നുള്ള തരത്തിൽ തന്നെയാണ് റെജി പറഞ്ഞത്. അതിന് നമ്മൾ എന്ത് മാനദണ്ഡം വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിനൊക്കെ കൃത്യമായി ഇവരെ ഇങ്ങനെയുള്ള ഇതില്ലാത്ത ആൾക്കാരെ മാത്രമേ സിനിമയിൽ എത്തിക്കൂ എന്നുള്ള തരത്തിൽ നമ്മൾ എന്ത് മാനദണ്ഡം വെക്കും? അല്ല, ഇതിനകത്ത് മാനദണ്ഡങ്ങളോ നിയമമോ ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അതങ്ങനെ നിയമത്തിലൂടെ ഒന്നും ഇതിനെ ഒരിക്കലും തടയാൻ പറ്റത്തില്ല. അത് ഞാൻ ഒന്നും കൂടെ പറയാം, ഒരു ധാർമ്മികപരമായ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ടായിരിക്കണമല്ലോ നമ്മൾ എങ്ങനെയായാലും അതിലേക്ക് ഇപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഈ സിനിമാ മേഖലയിലേക്ക് ഇനി എത്തിക്കേണ്ടത്. കാരണം ഇനിയും ഇത്തരത്തിലുള്ള നടപടികളൊന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരൊന്നും ഇനിയൊരു സിനിമാ മേഖലയിൽ വേണ്ട എന്നുള്ള തന്നെ ഒരു നിലപാട് നമ്മൾ സ്വീകരിച്ചാലേ ഇനിയും ഭാവിയിൽ ഇതൊക്കെ മാറ്റാൻ കഴിയൂ, അല്ലേ? തീർച്ചയായിട്ടും ധാർമ്മികതയുടെ മാത്രമേ ഉള്ളൂ. നിയമപരമായിട്ടൊന്നും നമുക്ക് ഇതിനെ തടയാൻ പറ്റത്തില്ല. തടയാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇത്ര അധാർമികമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നവരെ സിനിമയിൽ പ്രവേശിപ്പിക്കുന്നതിന് നിയമം കൊണ്ടൊന്നും തടയാൻ പറ്റത്തില്ല. നമുക്ക് ഇതിനെ നിയമപരമായിട്ട് പറയാൻ പറ്റുന്ന ഇവരുടെ DNA ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ധാർമ്മികപരമായിട്ടുള്ള തീരുമാനമാണ് ഇതിനകത്ത് എടുക്കേണ്ടത്. ധാർമ്മികപരമായിട്ടുള്ള തീരുമാനത്തിൽ വ്യക്തിത്വവും നല്ല മാന്യമായ രീതിയിൽ പെരുമാറുന്ന ആൾക്കാരെ, നല്ല കഴിവുള്ളവരെ മാത്രം തെരഞ്ഞുപിടിച്ച് സിനിമ നിർമ്മിക്കുക എന്നുള്ളത് സംവിധായകന്റെയും നിർമ്മാതാവിന്റെ ചുമതലയാണ്. എനിക്ക് തോന്നുന്ന ഒരു പരിവർത്തനം കേരളത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയ ബിംബങ്ങളെല്ലാം ഉടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ ഊതി കുറിപ്പിച്ച ആ താരാരാധനയുടെയൊക്കെ തലപ്പത്തിരിക്കുന്നവരുടെ പൊയ്മുഖങ്ങൾ പൊഴിഞ്ഞ് അടങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പൊ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് വരുന്ന വാർത്തകൾ സിനിമകൾക്ക് ഇപ്പോൾ ആള് കുറഞ്ഞു എന്നുള്ളതാണ്. എന്തിനാണ് ഇവരുടെ പേക്കൂത്തുകൾ കാണാൻ പോകണമെന്നുള്ളൊരു ധാരണയുണ്ട്. അങ്ങനെയൊന്നും ബഹിഷ്കരിക്കാൻ പാടില്ല ഒരിക്കലും സിനിമ. കാരണം അതൊരു വലിയ വ്യവസായമാണ്, ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷേ ഇത്തരക്കാരുടെ സിനിമകൾ ഇതുപോലെ തന്നെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ അഴിഞ്ഞു വീഴപ്പെട്ട ഇത്തരം മുഖംമൂടികളുടെ സിനിമകൾ ജനമാണ് ബഹിഷ്കരിക്കേണ്ടത്. ആ ധാർമ്മികതയാണ് പൊതുസമൂഹം കാണിക്കേണ്ടത്. ഇനി ഒരു താരാരാധന, എന്താണ് ഈ താരാരാധന? ഈ ഫാൻസ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ തന്ത്രങ്ങളാണ്. ഇവരെല്ലാം ഒരേ സുഹൃത്തുക്കളാണ്. ഇവരെല്ലാം കൈകോർത്ത് ഒരുപോലെ തന്നെ നടക്കുന്നവരാണ്. പക്ഷേ ഈ പാവപ്പെട്ട ജനം, ഈ ഫാൻസ് എന്ന് പറയുന്ന ആളുകൾ ഇവരെ എല്ലാം തമ്മിൽ ശത്രുക്കളായി കണ്ടുകൊണ്ട് ഓരോ ഫാൻസ് അസോസിയേഷനുകാരും ഇവരെ എല്ലാം പുരുഷന്മാരാക്കി മാറ്റുന്നതിനുള്ള തന്ത്രങ്ങളാണ് ഈ സിനിമയിലെ പലതരം മേഖലകളും നടന്നുകൊണ്ടിരിക്കുന്നത്. പലരുടെയും സിനിമ വിജയിക്കാൻ വേണ്ടി അവർ നടത്തുന്ന കാശ് മുടക്കിയുള്ള ഇത്തരം തെമ്മാടി കൂട്ടങ്ങളെയാണ് ആദ്യം നിരോധിക്കേണ്ടത്. വാസ്തവമാണ് കേരളത്തിൽ പണ്ട് തമിഴ്നാട്ടിൽ ഇത്തരം ആരാധകരുണ്ടായിരുന്നു. പക്ഷെ തമിഴ്നാട്ടുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, നമ്മളവരെ മനസ്സിലാക്കേണ്ടത്. അവർക്ക് സിനിമ വലിയ ആരാധനയാണെങ്കിലും അധാർമികമായിട്ടുള്ള ഒരു ചെറിയ വാർത്ത കേട്ടിട്ടുണ്ടെങ്കിൽ നടനെയല്ല ആരെയായാലും അവർ ബഹിഷ്കരിക്കും. അതാണ് തമിഴ് സിനിമ എന്ന് പറയുന്നത്. അവർ നമ്മളൊക്കെ ആരാധകരുണ്ട് അവർക്ക്. പിന്നെ അത് കൂടാണ്ട് തന്നെ അവിടുത്തെ നടന്മാർക്ക് ഫാൻസ് ക്ലബ് ഉണ്ടെങ്കിൽ അവർ വലിയ സാമൂഹ്യ സേവനം ചെയ്യുന്നുണ്ട്. അവർ യാതൊരു തർക്കവുമില്ല. MGR മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. MGR ചെന്നൈ നഗരത്തിലെ മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് അദ്ദേഹം ഓവർകോട്ടും അവർക്ക് വേണ്ട വസ്ത്രങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തുടങ്ങിയ ഒരു പ്രവർത്തനമാണ്. അങ്ങനെയുള്ള എല്ലാ നടന്മാരും അതാണ് അവരവിടെ പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ ഇവിടെയുള്ളവരെന്താ ചെയ്യുന്നത്? ഇവിടെയുള്ളവർ ഈ സ്ത്രീകളെ വേട്ടയാടാനും ഇതുപോലത്തെ ഉള്ള അധാർമിക പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫാൻസ് ക്ലബ്ബുകളെ കൂട്ടുന്നതാണ് ഇപ്പൊ പകൽ പോലെ വിളിച്ചു പോയിരിക്കുന്നത്. അതുകൊണ്ട് കേരളം ഒരു വലിയ മാറ്റത്തിന് തയ്യാറാണ്. കേരളത്തിലെ സിനിമാ പ്രേമികൾ ഇത്തരക്കാരെ ബഹിഷ്കരിക്കണം. ഈ ഫാൻസ് ക്ലബ്ബുകളൊക്കെ പിരിച്ചുവിടണം. അത് പിന്നെ കേരളത്തിന്റെ മേഖലയിൽ തന്നെ വലിയ വെല്ലുവിളിയാണ് ഈ ഫാൻസ് ക്ലബ്ബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തിഗതയും പിന്നെ അതുപോലെ തന്നെ സ്വഭാവഗതികൾ നടത്തുന്നതിൽ അവർ മത്സരിക്കുകയാണ്. അതുകൊണ്ട് അതൊക്കെ ജനം അതിൽ നിന്നൊക്കെ പിൻവലിയണം. ഇവരെ ഒന്നും ആരും മൈൻഡ് ചെയ്യരുത്. സിനിമ ഒരു നിശബ്ദ കലയാണ്. അത് മനോഹരമായിട്ട് മുന്നോട്ട് പോകട്ടെ. തിയേറ്ററുകളിൽ എത്തുന്ന ഓരോ പ്രേക്ഷകരും ഇത്തരക്കാരെ വിരൽ ചൂണ്ടി തന്നെ തള്ളി പറഞ്ഞുകൊണ്ട് സിനിമയിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. പക്ഷെ സിനിമയെ ബഹിഷ്കരിക്കാൻ പാടില്ല. സിനിമ ഒരു മഹത്തായ കലയാണ്. ഏറ്റവും നല്ലൊരു എന്റർടൈൻമെന്റാണ്. മനുഷ്യന്റെ ഭാവ സങ്കല്പങ്ങളെ വലിയ രീതിയിൽ തന്നെ വിടർത്തിയിരിക്കുന്ന ഇത്തരം ഒരു സിനിമാ വേദിയെ നമ്മൾ ബഹിഷ്കരിക്കാൻ പാടില്ല. പക്ഷെ ഇത്തരക്കാരെ ബഹിഷ്കരിക്കണം. അങ്ങനെ ഒരു ധാർമ്മികമായ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകട്ടെ. ഈ ഹേമ കമ്മിറ്റി അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചുവടുവെപ്പാകട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു. എനിക്ക് തോന്നുന്നു ആ രീതിയിലുള്ളൊരു പരിവർത്തനം ഇത് പ്രതിഫലം ഉണ്ടാക്കും. കാരണം അതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് എന്തും തങ്ങളെ ആരും ചോദ്യം ചെയ്യാൻ, ഒരു നിയമവും തങ്ങളെ ചോദ്യം ചെയ്യാൻ ആയിട്ട് പറ്റത്തില്ല. തങ്ങളാണ് ഏറ്റവും വലിയ രാജാക്കന്മാരെന്നുള്ള ആ ധാരണ
ആ ധാർഷ്ട്യം ഇതോടുകൂടി തകർന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. പക്ഷേ ഈ തകർച്ച കുറെ കഴിയും മാറാൻ പാടില്ല. ഇത് ഒരു ജനകീയ മുന്നേറ്റമായി, ജനങ്ങളുടെ ഒരു നിശബ്ദ വിപ്ലവമായിട്ട് സിനിമയിൽ ഇത്തരക്കാരെ കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും തീർച്ചയായും റെജി, അല്പസമയം കൂടി തുടരണം. നമുക്കിപ്പോൾ ഒരു ഇടവേള അനിവാര്യമാണ്.